നമസ്കാരം. ഇത്തവണ കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത തിരിച്ചടി നേരിടാൻ പോകുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള VM സുധീരനാണെന്നാണ് പറയുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പരാജയപ്പെടും, പ്രകടന പത്രിക വെറും പ്രഹസനം മാത്രമെന്നും തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഇല്ലാതാകുമെന്നും CAA എന്ന വാക്കുപോലും പ്രകടന പത്രികയിൽ ഇല്ല എന്നെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ രാഹുൽ ഗാന്ധിക്കെതിരെ പരാമർശം നടത്തി എന്നുള്ള പേരിൽ ആ തരത്തിലാണ് ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിക്കുന്നത് എന്നാണ്. എന്താണ് ഈ പോസ്റ്റിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പരിശോധിക്കേണ്ടതല്ലേ? പ്രചരിക്കുന്ന പോസ്റ്റിൽ അവകാശപ്പെടുന്നത് പോലെ VM സുധീരൻ രാഹുൽ ഗാന്ധിക്കെതിരെയോ കോൺഗ്രസിനെതിരെയോ എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടോ? അങ്ങനെ തന്നെയാണല്ലോ ഈ അവസരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ അത്തരം പരാമർശങ്ങളൊന്നും VM സുധീരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ VM സുധീരൻ എന്തെങ്കിലും പരാമർശം നടത്തിയിരുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ വാർത്തയാകും എന്നുള്ള കാര്യത്തിലും ചർച്ചയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ലായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഒരിടത്തും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്നിരിക്കെ ഇതെങ്ങനെ സംഭവിച്ചു? ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള കള്ളപ്രചരണം DGPക്ക് പരാതി നൽകിയെന്ന തലക്കെട്ടോടെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയാണ്. വോട്ടർമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിൽ VM സുധീരൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരായി പരാതി നൽകി എന്നതാണ് വാർത്തയിൽ പറയുന്നത് എന്നുകൂടി ശ്രദ്ധിക്കുക. അതായത് തൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് VM സുധീരൻ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കണ്ടെത്തലുണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതിനും മഹത്തായിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുന്നതിനും വ്യക്തിപരമായി തന്നെ തേജോവധം ചെയ്യുന്നതിനും വോട്ടർമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് റെഡ് ആർമി എന്ന പേരിലും മറ്റും പല പേരുകളിലുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് VM സുധീരൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. കൂടാതെ ഇത്തരമൊരു പ്രസ്താവന തൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നും 20-ൽ 20 സീറ്റും നേടുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടി മാറുന്നത് അധാർമികമാണ് എന്നുകൂടി VM സുധീരൻ പറഞ്ഞിട്ടുള്ളതാണ് വാർത്തകളിൽ വന്നിട്ടുള്ളത്. പക്ഷേ തെറ്റുകൾ വീണ്ടും തിരുത്തിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഇതോടെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തിരിച്ചടി ഉണ്ടാകുമെന്നും പരാജയപ്പെടുമെന്നും VM സുധീരൻ പറഞ്ഞുവെന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ പറഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന പോസ്റ്റുകൾ യാഥാർത്ഥ്യമല്ല എന്നും അത്തരം പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നും കൂടി വ്യക്തമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തിനു വേണ്ടി VM സുധീരനെ പോലൊരു ശുഭ്രവസ്ത്രധാരിയായ അഴിമതിയുടെ കറപുരളാത്ത ഒരു നേതാവിൻ്റെ വാക്കുകളെ വളച്ചൊടിക്കുവാൻ ഈ സമൂഹ മാധ്യമങ്ങളിലെ റെഡ് ആർമി പോലുള്ളവർ നടത്തി പരാജയം മണത്തറിയുമ്പോൾ, പരാജയത്തെ മുന്നിൽ കാണുമ്പോൾ എന്തിനാണിങ്ങനെ കോൺഗ്രസിനെ താറടിച്ചു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നതോ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കളടക്കം പരാജയപ്പെടുന്നതോ കോൺഗ്രസിന് 20-ൽ 20 സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പറയപ്പെടുന്നതോ അല്ല. പകരം തങ്ങളുടെ പരാജയം കൃത്യമായി മണത്തറിയുന്നു, തങ്ങൾ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന CPMനെ പോലുള്ള CPMൻ്റെ തന്നെ അണികളായിട്ടുള്ള അന്തം കമ്മികളായിട്ടുള്ള പ്രവർത്തകർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ അടിച്ചമർത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ആരാണോ സൃഷ്ടിക്കപ്പെടുന്നത് ആ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. VM സുധീരൻ പറയുന്നത് പോലെയാണെങ്കിൽ റെഡ് ആർമി എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം, എന്താണ് ഈ റെഡ് ആർമി എന്ന് പറയപ്പെടുന്ന ഒരു കൂട്ടം? അങ്ങനെ ഒരു റെഡ് ആർമി ഉണ്ടെങ്കിൽ, അങ്ങനെ ചുവന്ന ഒരു ആർമി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആർമി ആരുടേതാണ്? അത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. VM സുധീരനെ അധിക്ഷേപിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെ വ്യാജ നിർമ്മിതികളാക്കി മാറ്റിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മുഖം വികൃതമാക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അപഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊള്ളൂ, കുഴപ്പമില്ല. ശശി തരൂരിനെ നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊള്ളൂ, കുഴപ്പമില്ല. KC വേണുഗോപാലിനെ നിങ്ങൾ പരാജയപ്പെടുത്തിക്കൊള്ളൂ, കുഴപ്പമില്ല. കേരളത്തിലെ നിങ്ങൾ മത്സരിക്കുന്ന 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാരെയും നിങ്ങൾ മത്സരത്തിൽ പരാജയപ്പെടുത്തിക്കൊള്ളൂ, കുഴപ്പമില്ല. അത് ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങളുടെ ആയിരിക്കണമെന്ന് മാത്രം. അല്ലാതെ VM സുധീരനെ പോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അഴിമതിക്ക് കറപുരളാത്ത ഒരു നേതാവിനെ അടക്കം സംശുദ്ധ രാഷ്ട്രീയം നയിക്കുന്ന VM സുധീരനെ പോലുള്ള നേതാവിനെ ഇങ്ങനെ ആദർശവാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കരിവാരി തേപ്പിച്ചുകൊണ്ട് അധമ രാഷ്ട്രീയം നടത്തുന്ന റെഡ് ആർമി പോലുള്ളവർ മനസ്സിലാക്കുക, നിങ്ങൾ എത്രയൊക്കെ ചെളിവാരി എറിഞ്ഞാലും, നിങ്ങൾ എത്രയൊക്കെ കരിവാരി തേച്ചാലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അഴിമതിയില്ലായ്മ, ആദർശം ഇവയൊക്കെ ഒരിക്കലും ആർക്കും വലിച്ചെറിയാൻ കഴിയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. മാത്രമല്ല,
കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ അല്ലെങ്കിൽ BJP യെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങളിലൂടെ നടത്തൂ. കളവ്, നുണ, ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, കള്ളക്കഥകൾ, പെൺകഥകൾ അടക്കം നിങ്ങൾ പറഞ്ഞ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരെയോ BJPക്കാരെയോ പരാജയപ്പെടുത്താനാണ് ഈ റെഡ് ആർമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം നിങ്ങൾ എത്രയൊക്കെ ചൊറിഞ്ഞാലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നും, നിങ്ങളിങ്ങനെ വ്യാജമായി ഉണ്ടാക്കിയെടുക്കുന്നതൊന്നും നിലനിൽക്കില്ല എന്നും നിങ്ങൾക്കതിലൂടെ വിജയം നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കുക. നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. കാരണം നിങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കടക്കം മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്താ സംവിധാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.